Hi all, welcome to Lenino. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which semiconductor power device out of the following is not a current triggered device? Okay, thyristor, GTO, triac, MOSFET. ഈ നാല് പവർ ഡിവൈസസിൽ ഏതാണ് കറണ്ട് ട്രിഗേർഡ് ഡിവൈസ് അല്ലാത്തത്? തൈറിസ്റ്റർ നമുക്കറിയാം, നമ്മളൊരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ഓൺ ആക്കുകയും എന്നാൽ ഗേറ്റ് വോൾട്ടേജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആക്കാൻ പറ്റാത്ത ഒരു സെമി കൺട്രോൾഡ് പവർ ഡിവൈസ് ആണ് തൈറിസ്റ്റർ എന്ന് പറയുന്നത്. GTO എന്ന് പറഞ്ഞാൽ ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് തന്നെ അല്ലെങ്കിൽ ഗേറ്റിൽ കൂടെ ഗേറ്റ് കറണ്ട് വെച്ച് തന്നെ നമുക്കതിനെ ഓഫും ഓണും ആക്കാനായിട്ട് സാധിക്കും. ട്രയാക്ക് എന്ന് പറയുന്ന ഒരു ബൈ ഡയറക്ഷനിലാണ് അല്ലേ, രണ്ട് സെമി കണ്ടക്ടർ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാക്കായി. മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇത് പക്ഷേ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഇതിന് 3 ടെർമിനൽസ് ആണുള്ളത്, ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്, ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജെഫെറ്റ്, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, ഇവ രണ്ടും വോൾട്ടേജ് കൺട്രോൾഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ട്രിഗേർഡ് ഡിവൈസസ് ആണ്, കറണ്ട് ട്രിഗേർഡ് ഡിവൈസ് അല്ല. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ അതിൻ്റെ മോസ്ഫെറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ, അതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഇവിടെ വോൾട്ടേജ് ആണ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് അല്ല മോസ്ഫെറ്റും, അതുപോലെ തന്നെ FET, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇവിടെ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും മോസ്ഫെറ്റിൽ. അതുപോലെ തന്നെ ഇതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്, സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്, 3 ടെർമിനൽസ് ആണ് മോസ്ഫെറ്റിനുള്ളത്. Second question, MOSFET act as an amplifier in its linear region, saturation region, cutoff region, at the boundary of region. മോസ്ഫെറ്റിന് മെയിൻ ആയിട്ട് 3 regions of operation ആണ് ഉള്ളത് അല്ലെ. ഇത് ഫിഗറിൽ തന്നെ കാണാൻ പറ്റും. ലീനിയർ റീജിയൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ദെൻ സാച്ചുറേഷൻ റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ, അത് കഴിഞ്ഞിട്ട് കട്ട് ഓഫ് റീജിയൻ, താഴത്തെ പോർഷൻ. ഓക്കെ, ഇവിടെ ഓരോ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, ഓരോ റീജിയനിലും ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയനിലാണ്. മോസ്ഫെറ്റ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയനിലാണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയനിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കറണ്ട് ഫ്ലോ ഒന്നും തന്നെ ഇല്ല ഇതുവഴി. അതുകൊണ്ട് തന്നെ ഇതൊരു ഓഫ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കട്ട് ഓഫ് റീജിയനിൽ മോസ്ഫെറ്റ് ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഓഫ് സ്വിച്ച് ആയിട്ട്. അതേസമയം ലീനിയർ റീജിയനിൽ ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ് ലീനിയർ റീജിയൻ. അതായത് കറണ്ട്, ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. കറണ്ടും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ലീനിയർ റീജിയനിൽ. ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റീജിയനെ നമ്മൾ ഓമിക് റീജിയൻ എന്നാണ് പറയുന്നത്. ഇവിടെ അതൊരു വേരിയബിൾ റെസിസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയനിൽ ഇത് ആംപ്ലിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മോസ്ഫെറ്റ് സാച്ചുറേഷൻ റീജിയനിൽ ആംപ്ലിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, an SCR behaves as a dash switch. SCR ഒരു സ്വിച്ച് ആണ്, റെക്ടിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. യൂണി ഡയറക്ഷണൽ സ്വിച്ച്, ബൈ ഡയറക്ഷണൽ സ്വിച്ച്, മെക്കാനിക്കൽ, നൺ ഓഫ് ദ എബോവ്. SCR എന്ന് പറയുന്ന ഒരു യൂണി ഡയറക്ഷണൽ സ്വിച്ച് ആണ്. ആക്ച്വലി XCR നമ്മൾ കോമൺ ആയിട്ട് പറയും, ട്രാൻസിസ്റ്ററിന്റെയും റെക്ടിഫയറിന്റെയും ഒരു കോംബോ ആണെന്ന് പറയും SCR. ഓക്കെ, അപ്പോൾ ഇവിടെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. യൂണി ഡയറക്ഷൻ ആണിത്. ഓക്കെ, സ്വിച്ച് ആണ്, പക്ഷെ യൂണി ഡയറക്ഷണൽ സ്വിച്ച് ആണ് SCR എന്ന് പറയുന്നത്. SCRന്റെ സിമ്പൽ നോക്കുക, അതിന് 3 ടെർമിനൽസ് ആണുള്ളത്, ആനോഡ്, കാഥോഡ്, ഗേറ്റ്, ദെൻ VI ക്യാരം. ഇതിന് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് SCRനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് അറിയാം, ഇവിടെ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്. ഇവിടെ ആനോഡിലും കാഥോഡിലും നമ്മളൊരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഗേറ്റിലൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇതാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഇവിടെ കണ്ടക്ഷൻ ഒന്നും നടക്കത്തില്ല. then ആനോഡിലും കാഥോഡിലും ഫോർവേഡ് ബയാസ് കൊടുക്കുന്നു, ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. then ആനോഡ്, കാഥോഡ് ഫോർവേഡ് ബയാസ്, അതുപോലെ തന്നെ ഗേറ്റിൽ ഒരു ഫോർവേഡ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ജംഗ്ഷൻ 1ഉം 2ഉം 3ഉം ഫോർവേഡ് ബയാസ് മോഡിലേക്ക് പോവുകയാണ്. 3 ടെർമിനലും 3 ജംഗ്ഷനും ഉള്ള ഡിവൈസ് ആണ് SCR. ഈ 3 ജംഗ്ഷൻസും ഫോർവേഡ് ബയസിലേക്ക് പോകുമ്പോഴാണ് SCR എന്താ ഫുള്ളി ഓൺ അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ നമ്മൾ റെക്ടിഫിക്കേഷന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ
ഒരു ഡയോഡ് പോലെ തന്നെ ഇതൊരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു യൂണി ഡയറക്ഷണൽ സ്വിച്ച് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ആൻഡ് SCR കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, SCR എന്ന് പറയുന്നത് ഒരു റെക്ടിഫയർ പ്ലസ് ട്രാൻസിസ്റ്റർ ആണ് അതിന്റെ ഫീച്ചർ. SCR റെക്ടിഫയർ, അതായത് ഡയോഡ് തന്നെയാണ്, യൂണി ഡയറക്ഷണൽ സ്വിച്ച് ആണ്, റെക്ടിഫിക്കേഷൻ തന്നെ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് ട്രാൻസിസ്റ്ററിന്റെ ക്യാരയും ഉള്ളതാണ്. ഓക്കെ, റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു, അതായത് നമ്മൾ പറയാറുണ്ട് ഒരു PNPയും ഒരു NPN ട്രാൻസിസ്റ്ററും കൂടെ മെർജ് ചെയ്തിട്ടാണ് ആ രണ്ട്, അങ്ങനെ രീതിയിലാണ് ഇത് ഫോം ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അതൊരു റെക്ടിഫയർ പ്ലസ് ട്രാൻസിസ്റ്ററിന്റെ ഫീച്ചറാണ് SCRനുള്ളത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ നോർമൽ വേ ടു ടേൺ ഓൺ ആൻ SCR. SCRനെ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗേറ്റ് ആണ്. ഗേറ്റിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. അപ്രോപ്രിയേറ്റ് ഗേറ്റിൽ ഒരു ഫോർവേഡ് ബയസിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഗേറ്റിൽ ഒരു അപ്രോപ്രിയേറ്റ് കറണ്ട് പാസ് ചെയ്താൽ മാത്രമേ SCR ടേൺ ഓൺ ആവുകയുള്ളൂ. സോ ദ നോർമൽ വേ ടു ടേൺ ഓൺ ആൻ SCR ഈസ് അപ്രോപ്രിയേറ്റ് ഗേറ്റ് കറണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൺട്രോളിംഗ് ആയിട്ടുള്ള ടെർമിനൽ ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്, SCRലെ ഗേറ്റ് ആണ്. ഓക്കെ, so sixth question, an SCR is turn off by reducing anode voltage to 0, reducing gate voltage to 0, reverse biasing the gate, none of the above. SCR ഓൺ ആക്കാൻ നമ്മൾ ഗേറ്റിലെ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ, പക്ഷേ ഓഫ് ആക്കാൻ ഇപ്പോൾ ഗേറ്റിലെ വോൾട്ടേജ് റിമൂവ് ചെയ്താൽ SCR ഓഫ് ആവത്തില്ല. അതിന് എന്ത് ചെയ്യണം, ആനോഡ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ 0യിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ SCR ഓഫ് ആവുകയുള്ളൂ. അതായത് ഗേറ്റിലോ കറണ്ട് ഉണ്ടെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഓൺ ആവുമെങ്കിലും ഗേറ്റ് വോൾട്ടേജ് റിമൂവ് ചെയ്താൽ ഇത് ഓഫ് ആവത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ സെമി കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയും, ഫുള്ളി കൺട്രോൾഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ എന്ത് ചെയ്യണം, SCR is turned off by reducing the anode voltage 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് SCR നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Seventh question, if firing angle in an SCR circuit is increased, the output remains the same, is increased, is decreased, none. അപ്പോൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇതെവിടെ എന്താണ്, ഫയറിംഗ് ആംഗിൾ, SCRൽ ഫയറിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കും? ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്, ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയം മുതൽ അത് കണ്ടക്ഷനിലേക്ക് പോകാൻ എടുക്കുന്ന ആ ഒരു ഡ്യൂറേഷനാണ് നമ്മൾ ഈ ഫയറിംഗ് ആംഗിൾ എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫയറിംഗ് ആംഗിൾ കൂടുകയാണെങ്കിൽ കണ്ടക്ഷൻ താമസിക്കുകയാണ്. സോ അത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫയറിംഗ് ആംഗിൾ ഇൻ ആൻ SCR സർക്യൂട്ട് ഇൻക്രീസ്, ദ ഔട്ട്പുട്ട് ഈസ് ഡിക്രീസ്ഡ്, ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, സൈൻ വേവ് വരുന്നു, നെക്സ്റ്റ് കറണ്ട് ആണ്, ഗേറ്റ് കറണ്ട് ആണ് നമുക്ക് രണ്ടാമത്തെ ഫിഗറിൽ പൾസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്, അത് ഫയറിംഗ് പൾസ്. അപ്പോൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴാണോ SCR കണ്ടക്ട് ചെയ്യുന്നത്, അതായത് ഗേറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് കണ്ടക്ട് ചെയ്യാനെടുക്കുന്ന ആ ഒരു സമയം, ഓക്കെ, ആ ഒരു സമയത്തിനെയാണ്, ആ ഒരു ഇൻസ്റ്റന്റ്, ആ ഇത് ആംഗിളിൽ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫയറിംഗ് കൊടുത്താൽ മാത്രമല്ല എന്താണ് SCR കണ്ടക്ഷനിലേക്ക് പോകുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഗേറ്റ് കറണ്ട് പാസ് ചെയ്താൽ മാത്രമേ അത് കണ്ടക്ഷനിലേക്ക് പോകത്തുള്ളൂ. എപ്പോഴാണോ ഫയറിംഗ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അത് കണ്ടക്ഷനിലേക്ക് പോകത്തുള്ളൂ. ഫയറിംഗ് താമസിക്കുന്നിടത്തോളം കണ്ടക്ഷനും കുറയും, ഔട്ട്പുട്ടും കുറയുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഫയറിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ഷൻ കുറയുകയാണ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്താ സംഭവിക്കുക, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so firing angle is defined as the angle measured from the instant SCR get forward biased to the instant it is triggered. Triggered means off on എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 8th question നോക്കാം. We can control AC power in a load by connecting two SCRs in series, two SCRs in parallel, two SCRs in parallel opposition, none of the above. നമുക്ക് DC കൺട്രോൾ അല്ലെങ്കിൽ DC സ്വിച്ച് ആയിട്ട് SCR ആണെന്ന് നമ്മൾ പറഞ്ഞു, അത് യൂണി ഡയറക്ഷനാണ്. അപ്പോൾ അതിനെ ബൈ ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് SCRs വേണം. നമ്മൾ രണ്ട് ഡയോഡ് വെച്ചിട്ട് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ രണ്ട് SCRs എങ്ങനെയാണ് കണക്ഷൻ, ഈ ഫിഗറിനകത്ത് കാണാം, രണ്ട് SCRs പാരലൽ പക്ഷെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുന്നു. രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഗേറ്റ് എടുക്കുന്നു. രണ്ടിൻ്റെയും കൂടി കണക്ഷനകത്തുനിന്ന് നമുക്ക് രണ്ട് ടെർമിനൽസും എടുക്കുന്നുണ്ട്, മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, ദെൻ കോമൺ ഗേറ്റ്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയാക്ക് എന്ന് പറയുന്നത്. അല്ലേ,
അപ്പോൾ ട്രയാക്ക് ആണ് നമ്മൾ AC പവർ സ്വിച്ച് അല്ലെങ്കിൽ AC സ്വിച്ച് ആയിട്ട് നമ്മൾ ട്രയാക്കും അതുപോലെ തന്നെ ഡയാക്കും യൂസ് ചെയ്യാറുണ്ട്. ട്രയാക്ക് എന്ന് പറയുന്നത് 2 SCRs in parallel opposition കണക്ഷൻ ആണ്. അത് ബൈഡയറക്ഷണൽ സ്വിച്ച് ആണ് അല്ലെങ്കിൽ ബൈഡയറക്ഷൻ ആണ് കേട്ടോ. സോ AC പവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ട്രയാക്ക് അല്ലെങ്കിൽ 2 SCRs in parallel opposition കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. So 9th question, the normal way to turn on a diac is by ഡയാക്കിനെ ഓൺ ചെയ്യാൻ എന്ത് ചെയ്യണം? SCR ഓൺ ചെയ്യാൻ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട് വേണമായിരുന്നു. ഡയാക്ക് എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഇല്ലാത്തൊരു കണക്ഷനാണ്. ഇവിടെ കണ്ടോ, അതിൻ്റെ അതായത് നമ്മുടെ ട്രയാക്ക് തന്നെ അതിൽ ഗേറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതെന്തായി ഡയാക്കായി, ആ ഒരു ഫോമിലാണ്. 2 മെയിൻ ടെർമിനൽസ് മാത്രമേ ഉള്ളൂ. ഗേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗേറ്റ് കറണ്ടോ ഗേറ്റ് വോൾട്ടേജോ വെച്ചിട്ട് നമുക്ക് അതിനെ ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്താണ്? ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ്. ദ നോർമൽ വേ ടു ടേൺ ഓൺ എ ഡയാക്ക് ഈസ് ബൈ ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഒരു കട്ടിൻ വോൾട്ടേജിന് മുകളിലേക്ക് പോകുമ്പോൾ അത് ഓൺ ആവും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നുള്ളതാണ്. 10th question, the typical ratio of latching current to holding current is dash. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 to 2.5 2 റേഞ്ചിലാണ് വരിക. ഇനി ലാച്ചിങ് കറണ്ട് എന്താണ്, ഹോൾഡിംഗ് കറണ്ട് എന്ന്? ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് SCRൽ അതിന്റെ ഓൺ സ്റ്റേറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് ടേൺ ഓഫ് പ്രോസസ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് SCRന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് മിനിമം കറണ്ട് വിച്ച് ആനോഡ് കറണ്ട് മസ്റ്റ് അറ്റൈൻ ടു കണ്ടിന്യൂ ടു റിമെയിൻ ഇൻ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ഈവൻ വെൻ ദ ഗേറ്റ് കറണ്ട് ഈസ് റിമൂവ്. ഇപ്പൊ ഗേറ്റ് റിമൂവ് ചെയ്താലും അത് ഫോർവേഡിൽ തന്നെ അറ്റൈൻ ഫോർവേഡ് തന്നെ ആ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം കറണ്ടിനെയാണ് നമ്മൾ ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അതേസമയം ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് കറണ്ട് ബിലോ വിച്ച് ആനോഡ് കറണ്ട് മസ്റ്റ് fall to come in off state. ഓക്കെ, ഓഫ് സ്റ്റേറ്റിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള ഒരു മിനിമം വാല്യൂ ഓഫ് കറണ്ട്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്, അത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, സോ ഈ ഹോൾഡിങ്ങിന്റെയും ലാച്ചിങ്ങിന്റെയും കൂടെ റേഷ്യോ ശ്രദ്ധിച്ചോണം. ലാച്ചിങ് കറണ്ട് ടു ഹോൾഡിംഗ് കറണ്ട് ഏകദേശം 2 ആയിരിക്കും റേഞ്ചിലാണ്. 2 റേഞ്ചിലാണ് അല്ലെങ്കിൽ 2.5 റേഞ്ചിലായിരിക്കും ലാച്ചിങ് കറണ്ട് ടു ഹോൾഡിംഗ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. തൈറിസ്റ്റർ ഹാസ് ആനോഡ്, കാഥോഡ്, അതുപോലെ തന്നെ ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ട് എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. തൈറിസ്റ്റർ ഹാസ് ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ് ആൻഡ് ഡിഫറെന്റ് ജംഗ്ഷൻസ് J1, J2 ആൻഡ് J3. നമുക്കറിയാവുന്ന കാര്യം തന്നെ. when the thyristor is turned on and conducting, ഇത് നമ്മൾ പറഞ്ഞതാണ് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് തൈറിസ്റ്ററിനുള്ളത് അല്ലെങ്കിൽ SCRനുള്ളത്. ഡയറക്റ്റ് SCR എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എപ്പോഴാണ് അത് കണ്ടക്ഷൻ മോഡിലേക്ക് പോവുക ഞാൻ പറഞ്ഞു. ഒരു ഫോർവേഡ് ബയാസിങ് ആനോഡിലും കാഥോഡിലും കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഗേറ്റ് ഗേറ്റിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയും വേണം. അതായത് ജംഗ്ഷൻ 1ഉം 2ഉം 3ഉം ഫോർവേഡ് ബയാസിങ്ങിലാവുമ്പോഴാണ് തൈറിസ്റ്റർ ടേൺ ഓൺ മോഡിലേക്ക് പോകുന്നത്. അതിനാണ് ഫോർവേഡ് കണ്ടക്ടിങ് മോഡ് എന്നും പറയുന്നത്. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ J1, J2 ആൻഡ് J3 ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, 12th question, a thyristor can be termed as. തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? AC സ്വിച്ച്, DC സ്വിച്ച്, either 1 or 2 സ്ക്വയർ വേവ് സ്വിച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് യൂണി ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ തൈറിസ്റ്റർ SCR തന്നെ അതെന്ന് പറഞ്ഞാൽ DC സ്വിച്ച് ആണ്. അതേസമയം ഡയാക്ക് ആണ് ചോദിച്ചെങ്കിൽ ഡയാക്ക് എന്ന് പറയുന്നത് AC സ്വിച്ച് ആണ്. 13th question, ഡയാക്ക് ആർ സ്പെസിഫിക്കലി ഡിസൈൻ ടു ട്രിഗർ. ഡയാക്കിന്റെ ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രയാക്ക്, SCR, GTO, ഓൺലി A and B. എന്തിനെ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡയാക്കിനെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. നമ്മൾ യൂഷ്വലി പറയാറുള്ളത് ഡയാക്ക് ഈസ് ഡിസൈൻ ടു ട്രിഗർ ട്രയാക്ക് എന്നാണ്. പക്ഷെ ട്രയാക്ക് മാത്രമല്ല, SCRനെ ട്രിഗർ ചെയ്യാനും അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ട്രയാക്ക് ആൻഡ് SCR. ഓക്കെ, അപ്പോൾ ഡയാക്ക് ഈസ് ഡിസൈൻ സ്പെഷ്യലി ടു ട്രിഗർ ഓർ ടേൺ ഓൺ ട്രയാക്ക് അതുപോലെ തന്നെ SCR. ഓക്കെ, രണ്ടിനെ നമ്മൾ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയാക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രയാക്കിന് മാത്രം പഠിച്ചു വെക്കൽ, SCRന് നമ്മൾ ഡയാക്ക് യൂസ് ചെയ്യാറുണ്ട്. വൈ SCR ഈസ് കൺസിഡർഡ് ടു ബി സെമി കൺട്രോൾഡ് ഡിവൈസ്. SCRനെ നമ്മൾ സെമി കൺട്രോൾഡ് ഡിവൈസ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതും നമ്മൾ മെൻഷൻ ചെയ്തതാണ് SCR പറഞ്ഞപ്പോൾ. SCR നമുക്കൊരു ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഓൺ ആക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഗേറ്റ് റിമൂവ് ചെയ്ത് അതിനെ ഓഫ് ആക്കാനായിട്ട് പറ്റത്തില്ല. സോ അത് ഫുള്ളി കൺട്രോൾഡ് അല്ല. അതുകൊണ്ടാണ് അതിനെ സെമി കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കണ്ടോ, ഇറ്റ് ക്യാൻ ബി ടേൺ ഓൺ ബട്ട് നോട്ട് ഓഫ് വിത്ത് എ ഗേറ്റ് പൾസ്. അതുകൊണ്ടാണ് നമ്മൾ SCRനെ സെമി കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്.
Next question, thyristor are not made using germanium. Thyristor പൊതുവെ സിലിക്കൺ ബേസ് ആണ്, സിലിക്കൺ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. അതിന് കാരണം ഓപ്ഷൻ എ, ഇറ്റ് ഈസ് സ്റ്റേബിൾ സെമി കണ്ടക്ടർ, ഗ്രൂപ്പ് 5 എലമെന്റ്സ് cannot be doped with it, its current handling capacity is less than silicon, it has high leakage current. എന്തുകൊണ്ടാണ് ജെർമേനിയം യൂസ് ചെയ്യാത്തത്? കാരണം എന്ന് പറയുന്നത് സിലിക്കണിനെക്കാട്ടിൽ ലീക്കേജ് കറണ്ട് കൂടുതലാണ് ജെർമേനിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലീക്കേജ് കറണ്ട് കൂടിയാലുള്ള കുഴപ്പം എന്താണ്? നമുക്കത് ഒരുപാട് ഹീറ്റ് ആവും, പ്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്കത് വിസ്റ്റാൻഡ് ചെയ്യാൻ, അത് പൊട്ടിപ്പോകാനല്ല, ബേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ജെർമേനിയം നമ്മൾ യൂസ് ചെയ്യാത്തത്. ഇറ്റ് ഹാസ് ഹൈ ലീക്കേജ് കറണ്ട്, ജെർമേനിയത്തിന് ലീക്കേജ് കറണ്ട് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റ് കൂടുതലായിരിക്കും SCR-നെക്കാട്ടിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ SCR അല്ല, സിലിക്കണിനെക്കാട്ടിൽ. സിലിക്കൺ ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. സിലിക്കണിന് കുറവാണ്, ലീക്കേജ് കറണ്ട് കുറവാണ് ജെർമേനിയത്തെ അപേക്ഷിച്ച്. So 16 question, which of the following device exhibits negative resistance region? Diac, triac, transistor, UJT. ഈ നാലെണ്ണത്തിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ക്യാരയിൽ കാണിക്കുന്നത് ഏത് ഡിവൈസ് ആണെന്നാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ സിമ്പലും ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് UJT ആണ് ഇവിടെ ആൻസർ. കാരണം UJTയുടെ നമ്മൾ VI ക്യാര വരയ്ക്കുമ്പോൾ, വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ക്യാര വരയ്ക്കുമ്പോൾ അതിൽ റീജിയൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു പീക്ക് വോൾട്ടേജ് ഉണ്ട്, ഒരു പീക്ക് വോൾട്ടേജ്, ദെൻ വാലി. ആ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വോൾട്ടേജിന് അനുസരിച്ച് തന്നെ കറണ്ടും ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ അതിനുശേഷം എന്താണ് സംഭവിക്കുക? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പക്ഷെ വോൾട്ടേജ് ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. കറണ്ടും വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുകയാണ്. എവിടം വരെ? ഒരു വാലി പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എത്തുന്നതിന് വരെ. പിന്നെ അത് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ പീക്ക് പോയിന്റ് മുതൽ വാലി പോയിന്റ് വരെയുള്ള ആ റീജിയണിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കറണ്ടും വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജിന് ഡ്രോപ്പ് ആണ് സംഭവിക്കുന്നത്. ഈ റീജിയനെയാണ് നമ്മൾ നെഗറ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഇത് UJTയുടെ ക്യാരയാണ്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇവിടെയാണ് UJTയിലാണ് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉള്ളത്. ഓക്കെ, ആ ഡിവൈസ് ആണ്. ഓക്കെ, ഇവിടെ ആൻസർ UJT. 17 question, the triac is like a bidirectional SCR, a 4-terminal device, not a thyristor, both A and B. triac എന്ന് പറയുന്ന ഒരു തൈറിസ്റ്റർ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ട് SCR ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് triac. 4 ടെർമിനലില്ല, അതിന് 3 ടെർമിനലേ ഉള്ളൂ, ഗേറ്റും മെയിൻ ടെർമിനൽ 1 ആൻഡ് മെയിൻ ടെർമിനൽ 2. ഇപ്പം ഇതെന്താണ്? ഇതൊരു ബൈഡയറക്ഷണൽ SCR പോലെയാണ് അല്ലേ? സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. triac ഈസ് എ ബൈഡയറക്ഷണൽ SCR. 18th question, a triac is equivalent to 2 SCRs. ഇത് ഒരുപാട് തവണ തിരിച്ചു മറിച്ച് ഇതേ കണ്ടോ, ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. triac is equivalent to 2 SCRs. ഇൻ പാരലലിന് നിങ്ങൾ ഡയറക്റ്റ് പോകരുത്. ഇൻ പാരലൽ, ഇൻ സീരീസ് എന്താണ്? ഇൻ ഇൻവേഴ്സ് പാരലലാണ്. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഇൻ ഇൻവേഴ്സ് പാരലൽ, അല്ലെങ്കിൽ പാരലൽ വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്നോ പാരലൽ ഓപ്പോസിഷൻ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഇൻവേഴ്സ് പാരലൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. triac എന്ന് പറയുന്നത് രണ്ട് SCR പാരലായിട്ട് പക്ഷെ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്യുന്നത്. 19th question, the VI characteristics of triac in the first and third quadrant are essentially identical to those of dash in its first quadrant. അതായത് ട്രയാക്കിന്റെ ക്യാര ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഉള്ള ക്യാര താഴെ തന്നിരിക്കുന്നതിൽ ഏതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ക്യാരയ്ക്ക് ഇക്വലന്റ് ആണെന്നാണ്. ട്രാൻസിസ്റ്ററിന്റെ ആണോ, SCRന്റെ ആണോ, UJTയുടെ ആണോ? UJTയുടെ ക്യാര നമ്മൾ കണ്ടു. UJTയുടെ ക്യാര പോലെ അല്ലല്ലോ, ട്രാക്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഒന്നും തന്നെ ഇല്ല. ട്രാൻസിസ്റ്ററിനകത്തും നേരെ അങ്ങ് പോവുകയാണ്. അപ്പം ഇവിടെ ഏതിന്റെ ക്യാര പോലെയാണ് ഇരിക്കുന്നത്? SCRന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ക്യാര നമ്മൾ കണ്ടാണ്. ഇവിടെ കാണിച്ചിട്ടുള്ളത് ട്രയാക്കിന്റെ ക്യാരയാണ്. ട്രയാക്കിന്റെ ക്യാര ഉണ്ട്, അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ ഒരു വോൾട്ടേജിനനുസരിച്ച് കറണ്ട് കുറച്ച് എന്താണ്, കറണ്ടിനനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഓൺ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റ് ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ രണ്ട് SCR ആണല്ലോ ഉള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ SCRന്റെ ക്യാരയാണ്. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ കാണിച്ചിരിക്കുന്നത് വേറെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ വേറൊരു SCR പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക, അതിന്റെ ക്യാരയാണ്. രണ്ടും കൂടെ മെർജ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരയാണ് അല്ലെ? സോ ഇത് ഏതുപോലെ തന്നെയാണ് നമ്മുടെ SCRന്റെ ക്യാര നോക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ക്യാര ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്.
ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് എല്ലാത്തിൻ്റെ സിമ്പിളും ക്യാരയും നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് SCR ആണ്. ട്രയാക്കിന്റെ VI ക്യാരയുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് SCRന്റെ ക്യാരയുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് 20th question, the most suitable device for high frequency inversion in SMPS. SMPS means switched mode power supply. Switched mode power supply യിൽ high frequency inversion വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് PJT ആണോ, IGBT ആണോ, MOSFET ആണോ, GTO ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ SMPS ചോദിക്കുകയാണെങ്കിൽ SMPSൽ റിലേറ്റഡ് ടു MOSFET എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം ഹൈ ഫ്രീക്വൻസി ഇൻവേർഷന് വേണ്ടിയിട്ട് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് MOSFET ആണ്. MOSFET ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SMPS is an electronic power supply ആണ് that converts power using switching devices that are turned on and off at high frequencies. ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? MOSFET ആണ് മോസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. 21st question, in a thyristor ratio of latching current to holding current. ഇവിടെ തിരിച്ചായി വെച്ചിരിക്കുന്നത് കേട്ടോ. ലാച്ചിങ് കറണ്ട് ഇത് അത് തന്നെയാണ്. ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. അതെ, അവിടെ ഓപ്ഷൻ അത് ആൻസർ 2 ആയിരുന്നു. അതെ, 2 എന്ന് ചിലർ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരിക്കൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടു ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ 0.4, 1, 2.5, 4 ഇങ്ങനെയാണ്. ഇവിടെ 2 എന്നുള്ള ആൻസർ ഇല്ല, പക്ഷെ 2.5 ഉണ്ട്. സാധാരണ ഇൻ റേഞ്ച് ഓഫ് 2 എന്നാണ് പറയുന്നത്. 2ന്റെ റേഞ്ചിലാണ്. അപ്പോൾ 2.2ഓ 2.3ഓ ഒക്കെ കണ്ടാൽ നിങ്ങളത് ആൻസറിൽ മാർക്ക് ചെയ്തേക്കണം. ലാച്ചിങ് കറണ്ട് ടു ഹോൾഡിംഗ് കറണ്ടിന്റെ റേഷ്യോ 2.5 ആണ് ഇവിടെ. ഇവിടെ ഓപ്ഷനകത്തുനിന്ന് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി തിരിച്ച് ഹോൾഡിംഗ് കറണ്ട് ടു ലാച്ചിങ് കറണ്ട് ചോദിക്കുന്നെങ്കിൽ അതാണ് 0.4 എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കറണ്ട് ടു ലാച്ചിങ് കറണ്ട് റേഷ്യോ ആണ് 0.4. തിരിഞ്ഞു പോലെ എപ്പോഴും ലാച്ചിങ് കറണ്ട് ആണ് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടി കൂടുതൽ. സോ L/H ചെയ്താലാണ് വലിയ വാല്യൂ കിട്ടുക. ലാച്ചിങ് കറണ്ട് ആണ് ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിൽ എപ്പോഴും കൂടുതൽ. അപ്പോൾ ലാച്ചിങ് കറണ്ട് നമ്മൾ പറഞ്ഞു മിനിമം ആനോഡ് കറണ്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ തൈറിസ്റ്റർ ഓൺ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗേറ്റ് റിമൂവ് ചെയ്താലും ഓൺ ആയിട്ടിരിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ആനോഡ് കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് മിനിമം ആനോഡ് കറണ്ട് ടു മെയിൻറ്റെയിൻ ദ തൈറിസ്റ്റർ ഇൻ ദ ഓൺ സ്റ്റേറ്റ്. അതായത് അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓൺ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനുള്ള മിനിമം ആനോഡ് കറണ്ട്, അല്ലെങ്കിൽ ആ ഹോൾഡിംഗ് കറണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും? തൈറിസ്റ്റർ ഓഫ് ആകും. അതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ലാച്ചിങ് കറണ്ട് ആണ് എപ്പോഴും ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടി കൂടുതൽ. സോ ലാച്ചിങ് ടു ഹോൾഡിംഗ് റേഷ്യോ ആയിരിക്കും വലുത് കേട്ടോ. മറ്റേത് 0.4. സോ അടുത്ത ക്വസ്റ്റ്യൻ, the gate voltage in a JFET at which drain current becomes 0 is called. ഡ്രെയിൻ കറണ്ട് 0 ആകുമ്പോൾ ഉണ്ടാകുന്ന ഗേറ്റ് വോൾട്ടേജിനെ എന്താണ് പറയുന്നത് JFET-ൽ? അതിനെ നമ്മൾ പറയുന്നത് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്നാണ്. പിഞ്ച് ഓഫ് വോൾട്ടേജ്. ഇവിടെ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അതിന്റെ ക്യാര കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓമിക് റീജിയൻ ഉണ്ട്, അതായത് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ. then ഒരു പിഞ്ച് ഓഫ് റീജിയൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജിന് ശേഷം പിന്നെ എന്താണ്? കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിന് വലിയ വേരിയേഷൻ ഒന്നുമില്ല. ദെൻ എന്താ സംഭവിക്കുക? പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, കറണ്ടിന് സഡൻ ഒരു ഇൻക്രീസ് സംഭവിക്കുകയാണ്. സോ അതാണ് അവലാഞ്ച് റീജിയൻ. അങ്ങനെ 3 റീജിയൻസ് ആണുള്ളത്. ആ പർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് the gate voltage in a JFET at which drain current becomes 0. ഡ്രെയിൻ കറണ്ട് 0 ആവുന്ന ഒരു പർട്ടിക്കുലർ ഗേറ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് JFET-ൽ. 23 which type of device is JFET? JFET എന്ന് പറഞ്ഞാൽ MOSFET പോലെ തന്നെ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ് JFET. ഓക്കെ, 24th അത് കമ്പാരിസൺ ആണ്. ഫെറ്റും BJT നമ്മളൊരു കമ്പാരിസൺ ആണ്. ഫെറ്റ് എന്ന് പറയുന്ന ഒരു യൂണിപോളാർ ഡിവൈസ് ആണ്. അതായത് അവിടെ ഒരു ചാർജ് ക്യാരിയറേ ഉള്ളൂ, ഒന്നിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾ. BJT പക്ഷേ ബൈപോളാർ ആണ്. ഇലക്ട്രോണും ഹോളും അവിടുത്തെ ചാർജ് ക്യാരിയേഴ്സ് ആണ്. ഫെറ്റ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. BJT is a current control device. ഫെറ്റിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും, BJTയുടെ ഇൻപുട്ട് ഇംപെഡൻസ് ലോ ആയിരിക്കും. ഫാസ്റ്റ് സ്വിച്ചിങ് ആണ് FET-ൽ, അതേസമയം സ്വിച്ചിങ് സ്ലോ ആയിരിക്കും BJT-ൽ. കമ്പാരിസൺ നോക്കി വെച്ചേക്കാം. 24th question, which of the following does not cause permanent damage of an SCR? SCR-ൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാത്തത് ഇതിലേതാണെന്നാണ് ഉണ്ടാക്കാത്തത്. ഹൈ കറണ്ട്, ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട്, ഹൈ ടെമ്പറേച്ചർ റൈസ്, ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ്. എന്താണ്?
ഈ ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് കാരണവും ടെമ്പറേച്ചർ റൈസ് കാരണവും റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് കാരണവും അതിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാകും. അതേസമയം ഒരു ഹൈ കറണ്ട് വന്നെന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാകത്തില്ല. റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ടിന് അനുസരിച്ചിട്ടാണ് ഡാമേജ് സംഭവിക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഹൈ കറണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following devices does not belong to the transistor family? IGBT, MOSFET, GTO, BJT. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസിസ്റ്റർ ഫാമിലിയിൽ വരാത്തതെന്നാണ്. ഇവിടെ നമുക്ക് മോസ്ഫെറ്റും BJTയും ട്രാൻസിസ്റ്റർ ഫാമിലി വരും നമുക്കറിയാം. GTO തൈറിസ്റ്റർ ആണ് അല്ലെ, ഗേറ്റ് വെച്ച് തന്നെ ഓണും ഓഫും ആക്കാൻ കഴിയുന്ന തൈറിസ്റ്റർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അത് തൈറിസ്റ്റർ ഫാമിലിയിലാണ് വരുന്നത്. IGBT എന്താണ്? അപ്പൊ ഇവിടെ ട്രാൻസിസ്റ്റർ ഫാമിലി വരാത്തത് GTO ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, അത് തൈറിസ്റ്റർ ഫാമിലിയിലാണ് വരുന്നത്. അപ്പം ബാക്കി IGBT, മോസ്ഫെറ്റും BJTയും എന്താണ് ട്രാൻസിസ്റ്റർ ഫാമിലിയിൽ തന്നെ വരുന്നതാണ്. എന്താണ് ഈ IGBT? ഇവിടെ GTOയുടെ സിമ്പലും ഒരു ക്യാരയാണ് കാണിച്ചിട്ടുള്ളത്. IGBT നമ്മുടെ BJTയുടെയും മോസ്ഫെറ്റിന്റെയും ക്യാര മെർജ് ചെയ്തിട്ടുള്ളതാണ്. ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് മോസ്ഫെറ്റിന്റെ കുറച്ച് ക്യാരയും അതുപോലെ തന്നെ BJTയുടെ ക്യാരിയും കൂടെ മിക്സ് ആണ് ഇവിടെ. ഇവിടെ ഗേറ്റ് വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൺട്രോളിങ് എല്ലാം നടക്കുന്നത്. പിന്നെ മോസ്ഫെറ്റിനനുസരിച്ച് ഇതിന്റെ ഓൺ സ്റ്റേറ്റ് പവർ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? BJTക്ക് അനുസരിച്ച് ഇവിടെ ലോ ഓൺ സ്റ്റേറ്റ് പവർ ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻപുട്ട് ഇംപിഡൻസ് മോസ്ഫെറ്റ് പോലെ തന്നെ ഇവിടെ കൂടുതലും ആയിരിക്കും. അപ്പം കുറച്ച് മോസ്ഫെറ്റിന്റെ കാര്യം കുറച്ച് BJTയുടെ കാര്യം കൂടെ മിക്സ് ചെയ്ത് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു NMOSും NPN PNP ട്രാൻസിസ്റ്ററുടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് IGBT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് അത് ബേസ് ചെയ്തിട്ടുള്ള കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇത് യൂസ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.